നമസ്കാരം ചങ്ങായിമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഉമ്മൽ കോയിലുള്ള മുഹമ്മദ് ബിൻ റാഷിദ് വെഡ്ഡിംഗ് ഹാളിലാണ്. ഏതൊരു കാര്യം വരുമ്പോൾ കൂടെ നിൽക്കുന്ന ആ ഒരു കട്ട ചങ്കുകളുണ്ട്. ആ ചങ്കുകളുടെ സന്തോഷമാണ് ഒരു കല്യാണ സമയത്ത് ഇപ്പോൾ കണ്ടത്. നമ്മുടെ സ്വന്തം ചങ്കായ നജീബിക്കയുടെ മകൾ അലിഷയുടെ നിക്കാഹ് ചടങ്ങാണ് ഈ കാണുന്നത്. വരൻ്റെ പേര് മുഹമ്മദ് ഹൈദർ സിയാദ്. നമ്മൾ നാടൊക്കെ വിട്ടിങ്ങ് യു എയിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കല്യാണങ്ങളൊക്കെ മിസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെ യു എയിലൊക്കെ നടക്കുന്ന ഈ ഒരു കല്യാണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കല്യാണത്തിന് അറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ ഭംഗിയായിരുന്നു കേട്ടോ. നിക്കാഹിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കൃത്യം 1:30 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു കോട്ടിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ നജീബ്. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു വിവാഹമൊക്കെ വരുമ്പോഴാണ് നമ്മുടെ പഴയ കുടുംബാംഗങ്ങളൊക്കെ കുറേ നാളുകൾക്ക് ശേഷമൊക്കെ കാണാൻ സാധിക്കുക അല്ലേ. ഈ ഒരു സന്തോഷമൊക്കെ തന്നെ വിവാഹം. നമ്മുടെ മണവാളൻ സിയാദ് നമ്മുടെ മണവാട്ടിയെ കാത്ത് നമ്മുടെ വേദിയിലേക്കുള്ള വിവാഹ ചടങ്ങിലേക്ക് കാത്തു നിൽക്കുകയാണ്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നമ്മുടെ മണവാട്ടിയെ വിവാഹവേദിയിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്ന ചടങ്ങാണ് അടുത്തത്. ഈ ഒരു വിവാഹത്തിൻ്റെ സ്റ്റേജിലേക്ക് പോകുന്ന ഇരുവശത്തും ആളുകളൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആളുകളൊക്കെ ഇങ്ങനെ ഈ ഒരു മണവാട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ പൂക്കളും താലങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. വിവാഹവേദിയിലേക്ക് അലീഷയും കൂട്ടി നജീബിക്കയും ഹസീനത്തെയും കൂടി പോകുന്ന ഒരു ചടങ്ങാണിത്. ഒരു അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ അവരുടെ മകളുടെ വിവാഹമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള ഒരു നിമിഷം. മറ്റൊരാളുടെ കൈകളിലേക്ക് നമ്മുടെ മകളെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നവരുടെ ആ സന്തോഷവും മനസ്സിലുള്ള വിഷമവും ഒക്കെ അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ആ ഒരു കല്യാണമൊക്കെയാണ് ഓർമ്മ വരുന്നത്. പഴയ ഒരു ബസ്സിലേക്ക് കയറി കുറേ ആളുകൾ, നമ്മുടെ സാധാരണ റൂട്ടിലോടുന്ന നോർമൽ ബസ്, അത് കല്യാണ ട്രിപ്പായിട്ട് പോകും. അത് നിറച്ച ആളുകൾ തലയൊക്കെ പുറത്തിട്ട് കുട്ടികളൊക്കെ എത്തി നോക്കി പോകുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. അന്നൊക്കെ നമ്മുടെ കല്യാണ സദ്യയൊക്കെ ഒരുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. വലിയ ചെമ്പിലൊക്കെ ബിരിയാണിയൊക്കെ വെക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇന്നൊക്കെ എല്ലാം കാറ്ററിംഗ് സർവീസും റെസ്റ്റോറൻ്റൊക്കെ ആയിട്ട് മാറി. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുക, അത്ര തന്നെ. ആ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു മാലയിടൽ ചടങ്ങാണ് ഈ കാണുന്നത്. മാലയിടലോടുകൂടി ആ ഒരു കല്യാണത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫൈനൽ മൊമെൻറ്റ്സിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേദിയുടെ ഒരു വശത്തായിട്ട് ഒരു അടിപൊളിയായിട്ട് മുട്ടിപ്പാട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒരു രക്ഷയുണ്ടായിട്ടില്ല കേട്ടോ. പരിപാടി അങ്ങോട്ട് തകർത്തു. ആഘോഷം ഏതുമാകട്ടെ, പരിപാടി കളറാകണമെങ്കിൽ എന്ത് വേണം? നല്ല ഫുഡ് വേണം. ഒരു സൈഡിലാണെങ്കിൽ നല്ല കിടലിനായിട്ടുള്ള ഭക്ഷണങ്ങൾ, ബിരിയാണിയും ഫ്രൈഡ് റൈസും മന്തിയും ഈ പറഞ്ഞ പോലെ ഡെസേർട്ടും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വിവാഹ ചടങ്ങ് ഒരു രക്ഷയില്ലാത്ത ഒരു മുഹൂർത്തമായിട്ട് മാറിയിട്ടുണ്ട്.